ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാക്കറ്റിലൊരു സംഭവം ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഡയറി മിൽക്കിൻ്റെ കവേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ മോൻ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു ആറെണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അത് ഞാനൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്ന് കുറച്ച് ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും കവേഴ്സ് തൽക്കാലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കവർ ഇങ്ങനെ പൊട്ടിക്കുന്ന ടൈമിൽ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനുണ്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ കീറി ഇളക്കി കളയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഓപ്പണിൻ്റെ ഭാഗം മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിനുള്ള മിഠായി നമ്മൾ എടുത്ത് കഴിക്കുക. ബാക്കി നമ്മൾ ഇതേപോലെ കളക്ട് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഒരൊറ്റ ഭാഗത്ത് മാത്രമല്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അങ്ങനെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടാണ് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ 4 ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഒരു ഭാഗങ്ങളും നമുക്ക് ആവശ്യമില്ല. 4 ഭാഗങ്ങളും നമ്മളിങ്ങനെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട്. ജസ്റ്റ് എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ ഈ ഒരു സൈസിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. 2ആയിട്ട് മടക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് ഇങ്ങനെ മടക്കാം കേട്ടോ. നടുവേ വരുന്ന രീതിയിൽ ഇതേപോലെ വീണ്ടും മടക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കോണായിട്ട് ഒരൊറ്റ തവണ കൂടെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈയിൻ്റെ ആ ഒരു നെയിൽ വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ. കാരണം നമുക്ക് ആ ഒരു മടക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നഖം വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ വലിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ആ ഒരു വരകളൊക്കെ ഇങ്ങനെ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവേഴ്സിനാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നിവർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിവർത്തിയാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിതിൻ്റെ മുകളിലത്തെ ഭാഗം, അതായത് പൂവിൻ്റെ മുകളിലത്തെ ഭാഗമായിട്ട് ഈ ഒരു പ്രിൻ്റൊക്കെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇതിൻ്റെ ഓരോരോ വരകൾ ലൈൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ആ ഒരു ലൈൻസ് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈൻസിന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സിഗർ ലൈറ്ററോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂട് തട്ടിയാൽ മതി. അപ്പോൾ അത് ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ്, ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ അടുത്ത് വെച്ചിട്ട് ഉരുക്കാൻ പാടില്ല കേട്ടോ, ഉരുകി പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂട് പിടിപ്പിച്ച് കൊടുക്കുന്ന ടൈമിൽ അതൊരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അതായത് അതിങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ സാധാരണ ഈ ഒരു ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ അത് വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻസ് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പശു നല്ല രീതിയിൽ അലമ്പാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാര്യമാക്കേണ്ട. അതിന് സൗണ്ട് ഇല്ലാത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഓരോ ലൈനും ഇതേപോലെ ചൂടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറി മിൽക്കിൻ്റെ കവർ തന്നെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും മിഠായിൻ്റെ കവറും കാര്യങ്ങളൊക്കെ മതി. നമുക്ക് ഒരേപോലത്തെ ഒരു 5-6 കിട്ടുകയാണെങ്കിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ തണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഈർക്കൽ എടുത്തിട്ടുണ്ട്. ഈർക്കലിൻ്റെ മേലെ ഇങ്ങനെ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ തണ്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടാപ്പ്, എൻ്റെ അടുത്തുള്ള ഗ്രീൻ ടാപ്പിന് നമ്മുടെ ഈ ഒരു വലിക്കുന്ന ടൈമിൽ ഇങ്ങനെ പശയായിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എങ്കിലും നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ഒട്ടിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം അതൊന്ന് ഒട്ടിക്കിട്ടാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അവിടെ മാത്രം, അതായത് നമ്മൾ ആ ഒരു ഗ്രീൻ ടാപ്പ് വെക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ ടാപ്പ് ഇത്തിരി വലിക്കുന്ന ടൈമിൽ അതിങ്ങനെ ഒട്ടി വന്നോളൂ കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ അവസാനം വരെ ആ ഒരു ഈർക്കിൽ ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ലാസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തണ്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഈർക്കിലെടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് നടുവിൽ, അതായത് നമ്മുടെ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷമാണ് ഈ ഒരു നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള തണ്ട്, അതായത് ഈർക്കിൽ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കോമ്പസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തു കൊടുത്താൽ തന്നെ അത്, അല്ലെങ്കിൽ ഒരു പിന്നായാലും മതി, അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തു കൊടുത്താൽ മതി. എന്നാൽ തന്നെ ആ ഒരു സംഭവം നമുക്ക് കിട്ടിക്കൊടുത്തോ. ഇനി നമ്മളിത് ആ ഒരു തണ്ടിലേക്ക് നമ്മൾ ഇതേപോലെ കോർത്ത് ഇനി ഇത് നമുക്ക് ഫ്ലവറിൻ്റെ ഇതായ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗൺ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അതൊരു ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഗ്ലൂ ഗൺ ആക്കിയ ടൈമിൽ ആ ഒരു ഫെവിക്കോളിൻ്റെ നനവ് മാറാത്തതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഒട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ താഴത്തേക്കായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. ആ ഒരു ടൈമിൽ നല്ല ആ ഒരു കവറായിട്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈമിൽ അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വിരിഞ്ഞ് കിട്ടും നമുക്ക്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെയൊക്കെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ഫ്ലവറാണ്. അപ്പോൾ ഈ ഒരു ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഗൺ തന്നെ ഉറപ്പായിട്ടും ആവശ്യമാണ്. കാരണം ഇത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു വൈറ്റ് കളറിലെ മുത്തുണ്ടായിരുന്നു. ആ ഒരു മുത്ത് കൂടെ ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫെവിക്കോൾ ഒഴിച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈർക്കലിൻ്റെ, അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഞാനിത് ഇതേപോലെ 3 ഫ്ലവേഴ്സ് ആയിരുന്നു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് കൂടുതലുണ്ടെങ്കിൽ മിഠായി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് 3 മതി, ബാക്കി പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഈ ഒരു തണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഫ്ലവറിൻ്റെ ഷേപ്പിലും കാര്യത്തിലൊക്കെ മാറ്റം വരുത്താം. എന്തായാലും നമ്മൾ ക്യൂട്ടായിട്ടുള്ള 3 ഫ്ലവേഴ്സാണ് ഈ ഒരു ഡയറി മിൽക്കിൻ്റെ കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ.
ഇനി ഇതുപോലെ ഡെയറി മിൽക്കിൻ്റെ കവർന്ന് കിട്ടുമ്പോൾ ആരും വെറുതെ കളയണ്ട. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും അതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. പിന്നെ അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.